പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സിയാറ ലിയോണിലാണ്. ഇവിടെ ഫ്രീ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ സിറ്റിയിലാണ് ഉള്ളത്. സോ ഞാൻ ഇവിടുന്ന് ഹിച്ചൈക്കൊക്കെ ചെയ്തിട്ട് ഞാൻ ലൈബീരിയക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആദ്യം ഔട്ടറിൽ നിന്ന് പുറത്ത് കിടക്കണം. അപ്പോൾ മേ ബി ഷെയർ ടാക്സി വല്ലതും എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി മലയാളീസ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവരുടെ വണ്ടിയാണ്. ഇപ്പോൾ ഡ്രൈവറുണ്ട്. അപ്പോൾ ആൾ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊരു സ്ഥലത്ത് നോക്കട്ടെ. അപ്പം ഞാൻ സിം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് സിം എടുക്കണം. സിം എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ലൈബീരിയ എന്താ പറയുക, റോഡ്സൊക്കെ കുറച്ച് മോശമാണെന്നൊക്കെ കേട്ട് എനിക്കറിയില്ല, പോയി നോക്കണം. പിന്നെ ലൈബീരിയ വിസ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. $150 ജസ്റ്റ് ഒരു വിസയ്ക്ക് വരുന്നത്. US വിസയ്ക്ക് പോലും $160 ആയിട്ടുള്ളൂ. ഷെങ്കൻ വിസയ്ക്കും അറൗണ്ട് ഒരു $200-250 ആവാറുള്ളൂ. അപ്പോൾ ആലോചിച്ചൊക്കെ അത്രയും എക്സ്പെൻസീവ് ആണ് വെസ്റ്റ് ആഫ്രിക്ക. അതുകൊണ്ടായിരിക്കും ആരും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരാത്തത്. നാട്ടിലേക്കൊക്കെ ഉള്ള ഫ്ലൈറ്റിന് 1 lakh 2 lakh ഒക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിം എടുക്കാൻ വേണ്ടി ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്, 5:15 ആയിട്ടുണ്ട്. ഈ 5:15 ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. കാരണം വിസ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോ വിസ കിട്ടിയിട്ട് ഞാൻ ഇപ്പോഴാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് എപ്പോൾ ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. പുറത്ത് കിടക്കുന്ന എപ്പോഴാവും എന്നറിയില്ല. മേ ബി നൈറ്റൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. നാളെ ആണെങ്കിൽ ലൈബീരിയയിലെ നാഷണൽ ഡേ ആയതുകൊണ്ട് ലീവ് ആണ്. സോ എന്താവുന്നൊന്നും അറിയില്ല. ബോർഡർ എന്തായാലും ഓപ്പൺ ആയിരിക്കും. സോ ഞാൻ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വരുന്ന, ലൈബീരിയൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 550 കിലോമീറ്ററോളം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലിഫ്റ്റ് അടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയം എടുക്കും. ഇവിടുന്ന് ബോർഡറിലേക്ക് തന്നെ ഉണ്ട് ഒരു ഓൾമോസ്റ്റ് 400 കിലോമീറ്റേഴ്സ്. പിന്നെ അവിടുന്ന് ഒരു 150 ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയിട്ട് ഞാനിത് അവിടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ഷെയർ ടാക്സിയിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിക്കാരിയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഫുൾ ഓട്ടോറിക്ഷയും അങ്ങനത്തെ സംഭവങ്ങളാണ് കാണുന്നത്. കംപ്ലീറ്റ് ഓട്ടോറിക്ഷ. നമ്മളെ നാട് പോലെ തന്നെയാണ്, സെയിം. നാട്ടിൽ ആഫ്രിക്കക്കാർ വന്ന പോലെയാണ് കേട്ടോ ഇവിടെ. ഇതിലിപ്പോൾ ഫുൾ അവൻ കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ടതാ എല്ലാവരും ഫുള്ളായി. ഞാൻ കയറുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്ന് സമാധാനമുണ്ട്. അപ്പോൾ ഞാൻ ജുയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ജുയ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എനിക്ക് വീണ്ടും ഒരു വണ്ടിയും കൂടെ എടുത്തിട്ട് വാട്ടർലൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വണ്ടി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. മീൻസ് പോകാനായിട്ട്, ഔട്ടറിലേക്കെല്ലാം പോകാനായിട്ട് കേട്ടോ. ഔട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലിഫ്റ്റ് അടിക്കാം. ഇവിടെ എന്തായാലും ഒരു 7 മണി വരെയൊക്കെയാണ് മാക്സിമം വെളിച്ചം ഉണ്ടാവുള്ളൂ. എന്ത് ചൂടാണെന്നറിയോ, വൈകുന്നേരമായിട്ട് തന്നെ ഭയങ്കര ചൂട്. ഞാനപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എഗ്ഗ് പുഴുങ്ങിയതെല്ലാം മേടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇരുന്ന് കഴിക്കണം കേട്ടോ. പോകുന്ന വഴി നല്ല ബ്ലോക്കാണ് കേട്ടോ. അവിടെ നോക്ക്, ഈ ഒരു സിയാർ ലിയോൺ എന്ന് പറയുന്ന സിറ്റി ഉണ്ടല്ലോ, ഇതുപോലെയാണ്. മൊത്തം ഇങ്ങനെ മല പോലെ തോന്നും നമുക്ക്. ആ മലയിൽ ഇങ്ങനെ ഹൈറ്റിലേക്കാണ് വീടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഫുള്ള് വഴി. അങ്ങനെ തന്നെയാണ്. ഇപ്പം ചെറിയ വഴിയിലൂടെയാണ് പോകുന്നത്. പക്ഷെ ഫുൾ ബ്ലോക്കാണ്. ഇങ്ങനെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. പോകുന്ന വഴിയൊക്കെ കണ്ടോ, നല്ല ഗ്രീനറി ഉണ്ട്, നല്ല ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഫുള്ളിങ്ങനെ എന്താ പറയുക, നമ്മൾ ചുരം കയറുന്ന പോലെയാണ്. പക്ഷെ ഇവിടെ നല്ല ചൂടുണ്ട്. പക്ഷെ രാത്രിയിൽ ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും മുകളിലേക്കൊക്കെ കയറിപ്പോയ സമയത്ത്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഔട്ടർ ഇപ്പം ഇവിടെ ഒരു ഔട്ടർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താവും അറിയില്ല. പോയി നോക്കട്ടെ. ഇത് സത്യം പറഞ്ഞാൽ സമാധാനമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഫ്രണ്ടിലിരുന്നുകൊണ്ട്. ബാക്കിലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ല പോലെ ഇരിക്കാനൊന്നും പറ്റൂല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സെൻട്രൽ അമേരിക്കയും ആ ഒരു സൗത്ത് അമേരിക്കൻ ട്രിപ്പൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യണം. പിന്നെ ഷെങ്കൻ വിസയൊക്കെ തീർന്നിരിക്കേണ്ട, അതൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. ഈ ഫെബ്രുവരിയിൽ ബ്രസീലിൽ എത്തണം എന്ന് വിചാരിച്ചാണ്. കാരണം ബ്രസീൽ കാർണിവൽ നടക്കുവാണ്. അപ്പോൾ കാർണിവലിൽ പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം പോകണമെന്ന് വെച്ച് നടന്നില്ല. ഈ വർഷവും പോകാൻ പറ്റിയില്ല. എൻ്റെ ഫ്രണ്ട് യൂറീനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ചിലയിലും ബൊലീവിയയിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അവൻ ബ്രസീലിലുണ്ട്. ഇപ്പോൾ വിളിച്ചിട്ട് വരുന്നില്ലേ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര സങ്കടമുണ്ട്. പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാനിത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത ഇവിടെയും ഭയങ്കര ടൗൺ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വണ്ടി കിട്ടൂല. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഔട്ടറിലേക്ക് പോകാനുള്ള വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ കൂടെയുള്ള ഈ പുള്ളിക്കാരി ഉണ്ടല്ലോ, എനിക്ക് സ്ഥലം കാണിച്ചു തരാം, എവിടുന്നാ വണ്ടി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വരുവാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ അവർ ബാഗ് വന്ന് പിടിക്കും. ബാഗ് പിടിച്ചാൽ നമ്മൾ പൈസ കൊടുക്കണം. അങ്ങനെ സീനാണ്.
ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കൽ പോലെ ഒരു ടാസ്ക് ആണ് കേട്ടോ. പോലീസുകാർ വരെ ഭയങ്കര സീനാ കണ്ടാ, മൊത്തം തിരക്ക് കണ്ടാ, മൊത്തം കംപ്ലീറ്റ് റഷ് ആയിട്ട്. റോഡൊക്കെ പിന്നെ മൊത്തം ബ്ലോക്ക് ആയിട്ടുള്ളത്. എനിക്കൊന്ന് കുറച്ചു ദൂരം നടന്ന് അങ്ങോട്ട് പോകണമെന്ന്. അടുത്ത വണ്ടിയിൽ ഞാനിതവിടെ കയറിയിട്ടുണ്ട് കേട്ടാ. ഞാനിതാ വാട്ടർലൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അതിന് 10 ഇവിടുത്തെ പൈസ, 10 ലിയോൺസ് ആണ്. അപ്പോൾ അവർ എന്നെ കാണുമ്പോൾ 50 ലിയോൺസ് ആണ് പറയാ. പിന്നെ ഞാൻ കടന്ന് ഇങ്ങനെ പറയണം കേട്ടോ, അപ്പോഴാണ് അവർ ഇത് എടുക്കുന്നു പറയുന്നത് കേട്ടാ. ഞാനിങ്ങനെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത് സേഫ് അല്ല അവിടെ നോക്കുന്നത്, ഞാൻ ഇങ്ങനെ വെക്കേണ്ടി വരും. ഈ ഒരു ടൈമിലാണ്, റഷ് അവറാണ്, കൂടുതൽ കച്ചവടങ്ങളായാലും എല്ലാം നടക്കുന്നത്. വിൽക്കാൻ വരുന്നത് പല സാധനങ്ങളും ഇങ്ങനെ വിൽക്കാൻ വന്നിരിക്കാനോ കണ്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കാതെ സേഫ്, അല്ലെങ്കിൽ അങ്ങോട്ട് വെക്കുന്നത് സേഫ് അല്ല കേട്ടോ. ഇതെല്ലാം ഷെയർ ടാക്സീസ് ആണ്. ഷെയർ ടാക്സിയിലാകുമ്പോൾ അധികം പൈസ ഉണ്ടാവില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എന്നെ കാണുമ്പോൾ പുറത്തുള്ള ആളാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് അവർ കൂടുതൽ പ്രൈസ് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നോക്ക്, കുറച്ചൊരു ടൗൺ ആയതുകൊണ്ട് വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓ, കാറ്റടിക്കുമ്പോൾ എന്ത് സമാധാനം. വെയിൽ പോയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ പകുതി സമാധാനമായി. അപ്പോൾ സമയം എന്തായി? സമയം 6:45 കേട്ടോ. 6:45 വെളിച്ചെല്ലാം പോയിട്ടുണ്ട്. അത്രയും സമയം എടുത്തു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. 10-20 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വന്നത്. ഞാനിതവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. 10 എന്നാണ് കേട്ടോ പറഞ്ഞത്, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ 20 മേടിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വിചാരം നമ്മൾ ഇന്ത്യൻസിൻ്റെ ഒരുപാട് പൈസ ഉണ്ട് എന്നാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ ഇന്ത്യൻസ് എല്ലാം അത്യാവശ്യം നല്ല സാലറി ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കതെല്ലാം അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്. എന്നോട് ചോദിച്ച് ചൈനയാണോ ഇന്ത്യയാണോ എന്ന്. ഞാൻ എന്താ, ഇവിടെയും ട്രാഫിക് തന്നെയാണ്, ഇവിടെയും കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പയ്യെ അങ്ങോട്ട് കുറച്ച് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഞാൻ വണ്ടി എടുക്കുന്നില്ല, കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് ലിഫ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബീഫാന്ന് തോന്നുന്നു, എന്തോ ഒരു സാധനം, ബീഫ്. ഓക്കെ, അത് ഒരെണ്ണം ഞാൻ മേടിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പാട്ടാന്നൊന്നും അറിയില്ല, എന്തെങ്കിലും അസുഖം വരുമോന്നും അറിയില്ല. ജസ്റ്റ് കുറച്ചേ ഉള്ളൂ, ട്രൈ ആക്കാം. ഇവിടെ ഞാനിതാ ഇതിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല പൊടി അടിക്കുന്നുണ്ട്. ആ പൊടി അടിക്കുന്നതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. ബീഫാന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചേക്കാം, ഒരു ബാഗ്. ഞാൻ നോക്കി നിൽക്കണം, അല്ലേ അവന്മാർ എടുത്തോണ്ട് പോകും. 24 ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 കേട്ടോ വരുന്നത്. ഇനി 10 ലിയോണാണ്. ഒരു വണ്ടി വരുന്ന സമയത്ത് എല്ലാവരും കൂടെ അതിൻ്റെ പുറകെ ഓടുന്നുണ്ടോ, അവർ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഒരേ സാധനങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ആരാണ് ആദ്യം വാങ്ങാൻ ഓർത്തിട്ട് ഒരു വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നിർത്തിയിട്ടില്ല, അതിൻ്റെ പുറകെ ഓടുകയാണ് കേട്ടോ എല്ലാവരും. വെള്ളം, ബ്രെഡ് എല്ലാം ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ നമ്മളെ നാട്ടിലെ പോലത്തെ വലിയ ബ്രെഡ് കാണാറില്ല, പക്ഷേ ഇത് ഇവിടെ ഉണ്ടോ അവരുടെ കയ്യിലൊക്കെ വലിയ ബ്രെഡാണ്. സേഫ് അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇതുവഴി നടക്കുന്നിങ്ങനെ ഞാൻ പിന്നെ അങ്ങ് നടന്നു പോകുന്നേ ഉള്ളൂ കേട്ടോ. ആ വണ്ടിയിൽ ഫുള്ള് എല്ലാവരും പോയിട്ട് നടക്കുന്നു. എന്നെ വിളിച്ചു കൊണ്ടുപോകും കേട്ടോ ഞാൻ പോകുന്ന സമയത്ത്. നോ നോ താങ്ക് യു. Where are you going? How much? എത്രയാന്ന് ചോദിക്കാം. 130? No thank you. No thank you. 130 കേട്ടോ. ബോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാനും അതുവഴി അങ്ങോട്ടാണ് പോകുന്നത്, പക്ഷെ ഞാൻ പോകുന്നില്ല. No, I'm going Liberia, taking free lift. Yeah, free. ഞാൻ ലിഫ്റ്റ് അടിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞാണ് കേട്ടോ. അവർക്ക് അപ്പോൾ അത്ഭുതം. ഇവിടെ ഭയങ്കര കോമൺ ആണ് വില്ലേജ് ഏരിയയിലൊക്കെ കേട്ടോ ലിഫ്റ്റ് അടിക്കുന്നതൊക്കെ. ഇവിടെ ആൾക്കാർ പിന്നെയും ഫ്രണ്ട്ലി ആണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതിനൊന്നും അത്ര കുഴപ്പമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതൊക്കെ ഈ ഒരു വണ്ടീൻ്റെ മുകളിൽ സാധനങ്ങൾ വെച്ചേക്കുന്നുണ്ടോ, അവർ ആൾക്കാർ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കാണ്. ഇവിടെ അതിൻ്റെ മുകളിൽ ടോപ്പിലൊക്കെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഞാനൊരു പോപ്കോൺ മേടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. പോപ്കോൺ എത്ര? ഹലോ, ഹൗ മച്ച്? 5 ലിയോൺ. Yeah, 1.
5 leon. What is the difference? Sugar, salt. Sugar, salt. Salt one. Yeah. ഷുഗറും സോൾട്ടും ആണ് ആ ഡിഫറൻസ് കേട്ടാ. എനിക്ക് ഷുഗർ വേണ്ട, സോൾട്ട് മതി. 5 ലിയോൺ. ഓക്കെ, താങ്ക് യു. Yeah, I'm a traveler. You're a traveler? Yeah, I'm traveling. From where? I'm from India. From India? Yeah. Come to Sierra Leone? I'm traveling all the world. All the world? Yeah. Wow. From here I'm going to Liberia. Liberia? Yeah. So you want to tour Africa? Yeah. What? You want to tour Africa? Yeah, tour. Yeah. Okay, thank you so much. കണ്ട ഇവരെ മൊത്തം ഈ ഒരു വണ്ടിയിൽ അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഞാനിത് അവിടെ ഒരു പോപ്കോൺ മേടിച്ചിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്, എന്നെന്താ അറിയില്ല, ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാനിതാ ഇത് മേടിച്ചിട്ട് കഴിക്കണം. ഇതാകുമ്പോൾ പിന്നെ ഹെൽത്തിയാണ്, കുഴപ്പമില്ല. ഹൈ കലോറി അല്ല, ലോ കലോറിയാണ്. സോ ഞാനിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒരു റഷ് കുറയുന്നുണ്ട്. അങ്ങോട്ടൊരു കയറ്റാണ് കാണുന്നത്. ആ കയറ്റം കയറി ഇറങ്ങണം. അപ്പോഴേക്കും ഒന്ന് റഷൊക്കെ കുറയും തോന്നുന്നുണ്ട്. കുറേ നേരം നിന്നതിന് ശേഷം ഫൈനലി എനിക്കൊരു ട്രക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ബാഗ് ഞാനിത് ഇവിടെ മടിയിലാണ് വെച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. യു ആർ ഫ്രം ഹിയർ, സിയറ ലിയോൺ? ഓക്കെ. യു ഓൾസോ? ഓക്കെ. ആള് ഗിനയിലേക്കാണ് പോകുന്നത്. പക്ഷെ കുറച്ച് ദൂരം പോകുമ്പോൾ ആൾ ലെഫ്റ്റിലേക്ക് പോകും, ഞാൻ റൈറ്റിലേക്ക് പോകും കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 35 കിലോമീറ്റർ എനിക്ക് സ്ട്രൈറ്റ് പോവാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം. വണ്ടി കിട്ടുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം 8:15 ആയിട്ടുണ്ട്. ഇനിയും കുറേ ദൂരമുണ്ട് കേട്ടോ. ബോർഡറിലേക്ക് തന്നെ ഏകദേശം ഒരു 400 കിലോമീറ്റർ ഉണ്ട്. അറിയില്ല എപ്പോൾ എത്തും എന്താണെന്നൊക്കെ. രാത്രി ഇന്ന് ഉറക്കമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും ഞാൻ ട്രാവൽ ചെയ്യാണ്. രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആവുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഞാനിത് ആ ഒരു വണ്ടിയിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ് ടാക്സി എല്ലാം. ഞാൻ ടാക്സിയിൽ പോകുന്നില്ല, എന്തായാലും ലിഫ്റ്റ് അടിച്ചാൽ പോകുന്നത്. സോ ഇതാണ് ബോയിലേക്ക് പോകാനുള്ള മെയിൻ റോഡ്. ഇവിടുന്ന് 165 കിലോമീറ്റർ ഉണ്ട്. ഈ 165 കിലോമീറ്റർ എന്തായാലും വണ്ടികളുണ്ടാവും. ടാക്സികൾ ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ വണ്ടികളും ഉണ്ടാവും എന്ന് വിചാരിക്കാം. കണ്ടോ ഈ വണ്ടിയൊക്കെ നോക്ക്, ഫുള്ള് വലിയ ഇത് വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ നടക്കുന്നു കേട്ടോ. ഇരുട്ടാണ്, അങ്ങോട്ടൊന്നും ഇതില്ല. മീൻസ് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഈ കടകൾ മാത്രമേ ഉള്ളൂ, ആകെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം. അതുവഴി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചു. എനിക്ക് അങ്ങനെ ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവർ ബോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ബോയിലേക്ക് ഇവിടുന്ന് ഏകദേശം 165 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് അങ്ങോട്ട് ലിഫ്റ്റ് കിട്ടിയത് മാത്രമല്ല, ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു സമയം 9:45 ആയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് താമസിക്കാനുള്ള സ്ഥലമെല്ലാം അവിടെ ഉണ്ട്, അവിടെ റെഡി ആക്കി തരാം. അത് കഴിഞ്ഞിട്ട് നാളെ തന്നെ ഇവിടെ ബോർഡറിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. കാരണം അവർ ഗവൺമെൻറ് ഒഫീഷ്യലിലെ എന്തൊക്കെയോ ആൾക്കാരൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. Okay, thank you so much. Thank you. Yeah. What's your good name? I'm Peter. Yeah? I'm Ibrahim. Peter. Yeah, Peter Kroma. Peter. Okay. So you work for a government, right? Yes. Okay. What government job? Well, I am the Chief Administrator of the Western Area District Council. Okay. And I work for Government of Sierra Leone. Okay. Yeah. Good. Okay. Thank And you. the local government. Yeah. Okay. Thank you. ഒന്നാലോചിച്ച് നോക്ക്, അവർ ആക്ച്വലി ഫ്രണ്ടിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് അവർ ബാക്കിലെല്ലാം പോയിട്ടിരുന്നിട്ട് എൻ്റെ ഫ്രണ്ടിലിരുത്തി. എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. എന്നിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് വരുവാണ്. ആക്ച്വലി വണ്ടിയിൽ കയറിയിട്ട് ഒരു അരമണിക്കൂറായി. അപ്പം ഞാൻ അവരായിട്ട് സംസാരിക്കായതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. എന്നിട്ട് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ലൈക്ക് എന്താ ചെയ്യുന്നത്, എവിടെയാണ്, എങ്ങനെയാണെന്ന് എനിക്ക് ഫുൾ കാര്യങ്ങൾ സംസാരിക്കും. ഇംഗ്ലീഷിലുകൊണ്ട് ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയായി. ഇവിടുത്തെ ആൾക്കാർ കുറേ ഫ്രണ്ട്ലി, കൂടുതൽ ഹെൽപ്പിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അത് ഭയങ്കര സന്തോഷം. കാരണം അവർ ഫ്രണ്ടിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവർ ബാക്കിലേക്കൊക്കെ മാറിയിരുന്നു. എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്നുകൊണ്ട് ബാക്കിൽ കുറേ സാധനങ്ങളില്ല, അതിൻ്റെ ഇടയിലെല്ലാം കുത്തി നിറച്ച് അങ്ങനെ. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഓക്കെ. സോ ഞാനപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് എത്തും, കാരണം ഇത് കാറാണ്, ലാൻഡ് ക്രൂസർ എല്ലാം കേട്ടോ. ഇവിടെ ബോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമാണ് അവർ എനിക്ക് എടുത്തു തന്നിട്ടുള്ളത്. അവരെല്ലാവരും ഓൾറെഡി മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3-4 ആൾക്കാരുണ്ട്. പിന്നെ വേറെയും കുറേ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്. അവരെല്ലാവർക്കും കൂടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതാ പിന്നെ ഫുഡൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡും കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല ടയർഡാണ്. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കിടക്കട്ടെ. ബൈ. താങ്ക് യു. ഞാനിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ തന്നെ എന്നെ ബോർഡറിലേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഡ്രൈവറിനെ എൻ്റെ കൂടെ വിട്ടേക്കാണ് കാറിൽ.
അപ്പം അങ്ങോട്ട് പോകും. ബോർഡർ വരെ ഇവിടുന്ന് ഒരു 140 കിലോമീറ്റർ ഉണ്ട്. ആ 140 കിലോമീറ്റർ അങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞു കേട്ടോ. ആരുടെയും സെയിം മെറ്റേന്റെ ക്ലാസ് ഒക്കെ ഉണ്ട്. ഞാൻ വേറെ ആരുടെയും അങ്ങനെ കാണാറില്ല കേട്ടോ. ആ പുള്ളിക്കാരൻ ഡ്രൈവറിന്റെ പൈസ കൊടുത്ത് ഏൽപ്പിച്ച് എന്നെ ബോർഡറിലേക്ക് ആക്കാൻ പറഞ്ഞു വിട്ടാണ് കേട്ടോ. ആളാണെങ്കിൽ ഇവിടുന്ന് മൊത്തം ആളെ കയറ്റിയിട്ട് പുതിയ ആൾക്കാരൊക്കെ കയറ്റിയിട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ ആളോട് മെസ്സേജ് പറയാം, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാ പൈസ എങ്ങനെയെങ്കിലും എക്സ്ട്രാ കിട്ടാൻ വേണ്ടി നോക്കും. അപ്പോൾ എത്ര പേരുണ്ട് നോക്കിയിട്ട് പറയാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടു. ഞാൻ ഇപ്പോൾ ഒരാളെന്താ കയറിയിട്ടുള്ളൂ, പക്ഷെ അടുത്ത ആൾക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇവര് വെറുതെ ഫ്രീ ആയിട്ട് പോവല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ടാക്സി പോലെ ഇങ്ങനെ പ്രൈവറ്റ് വണ്ടി തന്നെ അവർ കുറേ ആളെ കയറ്റി കഴിഞ്ഞാൽ അവർ പൈസ കൊടുക്കുമല്ലോ. തിരിച്ചു വരുമ്പോഴേക്ക് ഫ്രീ ആയിട്ട് വരില്ല, അതിൽ കുറേ ആളെ കയറ്റിയിട്ടേ വരുള്ളൂ. പോകുന്ന വഴിയെല്ലാം നോക്ക് ഫുള്ള് നല്ല കേരളം പോലെ തന്നെ ഉള്ളതാണ്. കാരണം ഇവിടുത്തെ ട്രോപ്പിക്കൽ വെതറും എല്ലാം ആയതുകൊണ്ട് കറക്റ്റ് കേരളത്തിലെ ഏതോ വഴിയിലൂടെ പോകുന്നില്ലേ. പക്ഷെ വീടുകൾ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ഞാനപ്പോൾ ലൈബീരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ലൈബീരിയ എന്ന് പറഞ്ഞ രാജ്യത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന ഒരു കൺട്രി ഒന്നുമല്ല ലൈബീരിയ. മോസ്റ്റ്ലി വെസ്റ്റ് ആഫ്രിക്കയിലെ എല്ലാ കൺട്രീസും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുൾ ഗ്രീനറിയാണ് കാണുന്നത്. പക്ഷേ $150 എല്ലാം വിസക്ക് വരുന്നുണ്ട് എന്ന് മാത്രം. ഇവിടെ എല്ലാം ഇങ്ങനെ നമുക്കിപ്പോൾ $150 എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു എമൗണ്ടാണ്, അത് ഓക്കെ. പക്ഷേ നമ്മൾ ആ എമൗണ്ട് പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റിട്ടേൺ കിട്ടണം. അത് മീൻസ് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവണം ആ ഒരു രാജ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണണം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത്, പക്ഷെ അറിയില്ല, ചാൻസ് കുറവാണ്. അവിടെ മുന്നേ വർക്ക് ചെയ്തിരുന്ന മലയാളീസൊക്കെ തന്നെ പറഞ്ഞത് അങ്ങനെ ഒരുപാടൊന്നും അവിടെ കാണാനൊന്നുമില്ല. ലൈക്ക് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യം കണ്ട ഒരാൾക്ക് പിന്നെ എക്സൈറ്റിംഗ് ഒന്നുമില്ല. കാരണം വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു കൺട്രി കണ്ടാൽ മതി, ബാക്കി എല്ലാ കൺട്രിയും ഒരേപോലെ തന്നെയാണ്. എനിക്ക് പിന്നെ എല്ലാ കൺട്രിയും വിസിറ്റ് ചെയ്യണം, അതുകൊണ്ടാണ് പിന്നെ എല്ലാ കൺട്രിയിലേക്കും പോകുന്നത്. പിന്നെ ഓരോ കൺട്രിയിൽ നിന്നും അവിടെ എത്താൻ തന്നെ 1.5 ലക്ഷം രൂപയൊക്കെയാണ് ഫ്ലൈറ്റ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വൺ സൈഡ് 3 ലക്ഷം രൂപയൊക്കെ ആവും ചിലപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ പോകുമ്പോൾ. ഡിപ്പെൻസ് ആണ് സീസണ്, ഫ്ലൈറ്റ് എല്ലാം അനുസരിച്ചിരിക്കും. സോ ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലേക്ക്. മുംബൈയിലേക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. മുംബൈയിൽ നിന്ന് പിന്നെ കൊച്ചിയിലേക്ക് വേറെയും ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ മാസം ഫെബ്രുവരി ലാസ്റ്റിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഗാനയിൽ നിന്നാണ് ഞാൻ ഫ്ലൈറ്റ് എടുക്കുന്നത്. സോ ഞാൻ ടോഗോ എല്ലാം ഞാൻ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് എടുത്തത്. അപ്പം ഞാൻ ഗാന പോയിട്ട് പിന്നെ ടോഗോയും ബെനിനും കയറിയിട്ട് ബെനിന്ന് വീണ്ടും ടോഗോ എൻട്രി ചെയ്തിട്ട് വീണ്ടും ബെനിനിലേക്ക് കയറും. അങ്ങനെയാണ് കേട്ടോ ഞാൻ പ്ലാന്. ഈ പുള്ളിക്കാരൻ ഓൾറെഡി വണ്ടിയിൽ കുറേ ആൾക്കാരൊക്കെ കയറ്റിയിട്ട് അവരോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല റോഡാണ് ഇവിടെ. ഇനി അങ്ങോട്ട് ലൈബീരിയയിൽ അത്ര നല്ല റോഡല്ലാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. ഈ റോഡ് അടിപൊളിയാകുമ്പോൾ തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ തീരും. പൊടി അടിക്കൂല, സമാധാനമായിട്ട് പോവാം. ലൈക്ക് ഫാസ്റ്റിൽ നമുക്ക് എവിടെയെങ്കിലും എത്താം. നമുക്ക് സ്കൂള് വിട്ട് വരുന്ന കുട്ടികളുടെ തലയിൽ കണ്ടോ, അവരുടെ തലയിലെല്ലാം മറ്റേ ഇതാണ് എന്താ പറയുക, വറകാണ്. സ്കൂൾ വിട്ട് വരുമ്പോഴും അവർക്ക് വീട്ടിലേക്ക് പോയി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം എല്ലാം അവർ എടുത്തിട്ടാണ് വരുന്നത്. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് മാത്രം കുറച്ച് വില്ലേജസ് കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഫുള്ള് തെങ്ങെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തെങ്ങ്, പാം ട്രീസ് ഒരുപാടുണ്ട്. ഇവിടെ എല്ലാവരും കുക്കിങ്ങിനൊക്കെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള പാം ഓയിലല്ല. ലൈക്ക് പാം ഓയിൽ ഒരുമാതിരത്തെ ടൈപ്പാണ്, അത് തീരെ ഹെൽത്തി അല്ല. നമ്മുടെ നാട്ടിലാണെങ്കിലും പാം ഓയിൽ തീരെ ഹെൽത്തി അല്ലല്ലോ. ഹോട്ടലിലൊക്കെ സൺഫ്ലവറും പാം ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അത് തീരെ കൊള്ളില്ല കേട്ടോ. അവിടുന്ന് ഞാനിത് അവിടെ ബോർഡറിലെത്തി. പിന്നെ എനിക്കത് എന്താ പറയുക, ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എനിക്ക് അറിയായിരുന്നു അത് എടുക്കേണ്ടി വരുന്നുള്ളത്, കോപ്പി ഫോട്ടോസ്റ്റാറ്റ്, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് $1 കൊടുത്തു. ഡോളർ തന്നെയാണ് കൊടുത്തത്. ഡോളർ കൊടുത്തപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അത് എടുത്ത് എല്ലാം കഴിഞ്ഞ്. സോ ഞാൻ ഇവിടെ എത്തി എൻട്രി ചെയ്തു. വെൽക്കം ടു ലൈബീരിയ. ലൈബീരിയയിലേക്ക് എൻട്രി ചെയ്തു. ഇനി റോഡിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇവിടെ കറൻസി ആയിട്ട് US ഡോളർ യൂസ് ചെയ്യും, ലൈബീരിയൻ ഡോളർ യൂസ് ചെയ്യും. അപ്പോൾ ഞാനിത് ഇവിടെ എഗ്ഗ് മേടിച്ചിട്ടുണ്ട്, 2 എഗ്ഗ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്തോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള എന്തോ സാധനമാണെന്ന് തോന്നുന്നു, അതും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം പാടെ. കുറച്ച് നേരത്തെ എൻ്റെ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പം ഞാനിപ്പോൾ ഇത് കഴിക്കട്ടെ കേട്ടോ. ഇത് കഴിച്ചിട്ട് വേണം അടുത്ത് ലിഫ്റ്റ് അടിച്ചിട്ട് ഇറങ്ങാനായിട്ട്. ഇവിടുത്തെ കറൻസി ലൈബീരിയൻ ഡോളറിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച്. സോ ഇനി ലിഫ്റ്റ് അടിച്ചിട്ട് വേണം പോകാൻ. ആദ്യം ഒന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. ആ വരുന്ന വഴിക്കെല്ലാം ആക്ച്വലി ലിഫ്റ്റ് അടിച്ച് ആ വണ്ടിയിൽ ആ പുള്ളിക്കാരൻ നാട്ടുകാർക്ക് മൊത്തം ഇങ്ങനെ
ലിഫ്റ്റ് അല്ല ടാക്സി പോലെ കൊടുക്കുന്നുണ്ടായി. അത് കൊടുത്തോണ്ടാണ് ലേറ്റ് ആയത്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നേരത്തെ എത്തിയിട്ടുണ്ടാവുമായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര നോയ്സാണ്, പാട്ടൊക്കെയാണ് മൊത്തം, കംപ്ലീറ്റ് പാട്ടും ഒക്കെ കേൾക്കുന്നത്. ഞാൻ എന്നാൽ കഴിക്കട്ടെ, ഇത് പൊളിച്ചോണ്ടിരിക്കുക, മുട്ട പൊളിച്ചോണ്ടിരിക്കുന്നു, കഴിക്കട്ടെ. മുട്ട അത് അവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇതെന്താ അവല്, നമ്മുടെ അവല്. ദിസ് ഈസ് ഇൻ ഇന്ത്യ വി ഹാവ്. വാവ്, അവലടാ, നമ്മുടെ അവലെല്ലാം ഇവിടെ ഉണ്ട് കേട്ടാ. അരി അങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത്, അവലും അങ്ങനെ വിൽക്കാൻ വെച്ചത്. അവരങ്ങനെ കഴിക്കാൻ തന്നെയാണോ എന്തോ. നമ്മളെ സെയിം നമ്മളെ ചിപ്സ്, ഇത് വേൾഡ് വൈഡ് ഉണ്ട് കേട്ടാ. പിന്നെ നമ്മളെ കപ്പ ദേ വെള്ളത്തിലിട്ട തേങ്ങ, കപ്പ ചുട്ടത്. ഓ ഇത് മാത്രമായിട്ട് ഇപ്പോൾ കഴിക്കാൻ വലുത് അല്ലെങ്കിൽ മേടിക്കായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കപ്പ ചുട്ടൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ എന്താ ഈ പയ്യൻ്റെ അടുത്താണ് ഇത് കുറേ മേടിച്ചത്, കുറേ സാധനം മേടിച്ച്. 2 മുട്ട, പിന്നെ ആ ഒരു സ്നാക്ക് ഉണ്ട്, അത് ചെറിയ ക്യൂബായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് 2 പാക്കറ്റ് മേടിച്ചു, 3 പാക്കറ്റ് മേടിച്ചു. 2 പാക്കറ്റ് കഴിച്ചു, 2 മുട്ട കഴിച്ചു, 1 പഴം കഴിച്ചു, 5 സാധനങ്ങൾ കഴിച്ചു. അപ്പോൾ എനർജിയായി. ഇത്ര നേരം വിശന്ന് കിളി പോയിട്ടിരിക്കുമായിരുന്നു എൻ്റെ. ഇനി ഞാനിത് അവിടെ നിന്ന് നടന്ന് ലിഫ്റ്റ് അടിക്കാൻ പറ്റുന്നൊരു സ്ഥലം വരെ എത്തണം. എവിടെ എത്തുമെന്ന് അറിയില്ല. ഇവിടെ ഭയങ്കര സ്കാം ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. മുന്നേ ഇതുവഴി പോയൊരു മലയാളി പറയുകയും ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഫുള്ള് സ്കാം ഉണ്ട്, സൂക്ഷിക്കണം, പൈസ കിട്ടാൻ വേണ്ടി ഏതൊരറ്റം വരെ ഇവർ പോകുന്നുള്ളു. ഇത് ഇവിടെ കുറേ ആൾക്കാർ കപ്പേൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടുവന്ന് കണ്ടിട്ടോ. ആ കപ്പേൻ്റെ ഇല പൊട്ടിക്കുന്ന അവർ അത് കറി ഉണ്ടാക്കി കഴിക്കാനാ, അവരെന്തൊക്കെയോ വെച്ച് അത് ഉണ്ടാക്കി കഴിക്കും. ഒരു കയപ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് ദൂരം നടക്കണം തോന്നുന്നു. റോഡൊക്കെ ഉണ്ടോ എന്തോ, റോഡ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടെന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത്. ഈ ലൈബീരിയ എന്ന് പറഞ്ഞ രാജ്യമൊന്നും പല ആളുകൾക്കും അറിയ പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല. ഇപ്പോൾ ടോഗോ, ബെനിൻ അതൊക്കെയാണെങ്കിലും ഒരുപാട് ആളുകൾ കേൾക്കാത്ത രാജ്യങ്ങളുണ്ട് കേട്ടോ. താങ്ക് യു, ഐ എം ഗോയിങ്. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. വാട്ട്? അരേ, അവരിങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. വിളിക്കുന്നത് വേറെ ഒന്നിനല്ല, ഇന്ത്യയിലാണോ, എവിടെയാണ്, കല്യാണം കഴിക്കോ, എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോ, എന്താണ്, പൈസ ഉണ്ടോ, ഇതൊക്കെ ആയിരിക്കും. ഹായ്, yeah, I'm good. How are you? Yeah, I'm good. I'm going to capital city. From Morovia? Yeah. You walking? I walk, I take a lift, hitchhiking. Wow, but you Yeah. have some little bit I of want to this marry down. you. What is it? You want to marry me? Yes. ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രഡിക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ എന്റെ കല്യാണം കഴിക്കുമോ ചോദിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ല, അത് എന്നെ സംഭവിച്ചു. Come and spend some time with us, though. I think you already married. No, I'm not married. I'm single. He's not. How old are you? I'm just 10 years. 30. 30? Yes. I'm 26. 26. You are beautiful, man. Little bit older Thank than you. I want to make you. I want to make Well, my calm wife. down now. Come and reach the house. Nah. Calm down. Calm down. What calm down? എൻ്റെ അടുത്ത് താഴേക്കോന്ന് വിളിക്കണേ. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാറുത് ഞാനിത് ഇതിൽ തുടങ്ങിയതല്ല. It's okay to take video? Yes, it's okay. Okay. What's up? ദാ ആളാണ് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായത്. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞല്ല. Where is Tell my your husband? friend, your husband. No, where is my husband? I'm asking. ദാ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. അല്ല. Okay. Okay, What's your thank you. name? I don't know. I'm Siafa Kone. Siafa Kone. Oh, it's difficult name. Siafa, say Siafa. Siafa. Okay. Siafa. My queen name is Edwin. Edwin. Adwin. Yes. Oh, that's easy. Adwin. So I'm what's- Arunima. Arunima. Yeah, you So can are call you- me Ami, short name. Ami. So are you a YouTuber? Yes, I'm So a what's your YouTuber. name on the YouTube or any? Yeah, Backpacker Arunima. Facebook, Instagram, YouTube, how you everything spell is it? Backpacker. What backpacker? This is my backpack, you know? Yeah. Okay, backpack. Yeah, this bag, it's a backpack. B-A-G? Backpacker. Packer. So I'm a backpacker, not backpacker. BACKPACKERARUNIMA. Backpacker Arunima. Okay. You from India? Yes, I'm from India. So what's your religion? You a Hindus or what? What? Your religion? Religion? Sorry, I'm not religious. I don't have any religion. You don't have no religion. So you don't believe in God? No. You're No, not I'm not. Muslim. So, You're not so if I'm Christian. married, No you're gonna be a Christian. Muslim. No, no Muslim, no Christian, Wow. nothing. So you pagan? You just like that? Yeah, for Wow. me, I just believe in humanity. Okay, that's Yeah, good. That's just good. be
Be good, nice to everyone. Yeah, that's good. That's good. What is Right. this? What is These this? guys are having game. They have football Games. game. Football game. Yeah, you know Okay. about soccer. Oh, soccer, yeah. Already finished? Or? No, they will be already will be starting by 4:30. 4:30 is going to be start. Hi. Yeah. So you want to witness it? No, I'm just checking. I want to reach the capital city tonight. Tonight. You want to visit the capital city? Okay, I'm going. Thank you. Nice to meet you. Yeah, nice meeting you too. Yeah. Are you walking? You don't have. You have to take No, transport. I take a lift or Lift? walk. Walking, taking lift, hitchhiking like that. I Oh, go. lift from people, Yeah. from cars. Yeah, any truck, cars, whatever I get. Thank you so much. Okay, bye my husband. Okay. Nice meeting you, love. നൈസ് മീറ്റിംഗ് യു ലവ്. പുള്ളിക്കാരനാണ് കല്യാണം കഴിക്കുക അത് ഇതൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആണ് ആൾക്കാർ. വീഡിയോ എടുക്കുന്നൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതന്നെ സത്യം പറഞ്ഞാൽ പകുതി സമാധാനം. മറ്റേ വീഡിയോ എടുക്കാനേ അവർ വിടൂലല്ലോ. എവിടെതാ എന്തോ ഫുട്ബോൾ എന്തോ നടക്കുന്നുണ്ട്. അതാണ് 4:30 നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഇവർ ജനിക്കുമ്പോൾ തന്നെ 2 സംഭവങ്ങൾ ഇവരുടെ ഇതിലുള്ള ബ്ലഡിലുള്ള, ഒന്ന് ഡാൻസ്, ഒന്ന് ഫുട്ബോള്. ഓൾ ആഫ്രിക്ക, അത് വെസ്റ്റ് ആയാലും ഈസ്റ്റ് ആയാലും സൗത്ത് ആയാലും നോർത്ത് ആയാലും സെൻട്രൽ ആയാലും ഒക്കെ അവരുടെ ഡാൻസും ഫുട്ബോളും എൻ്റെ അമ്മോ അടിപൊളിയാണ്. അതായത് ഭയങ്കര അടിപൊളി ഡാൻസാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കുറച്ച് പിള്ളേർ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അവർ ഡാൻസ് കണ്ടാൽ തന്നെ നമുക്ക് എന്തൊരു ടാലൻ്റാണ്. നമ്മളെ നാട്ടിലൊക്കെ ഏറ്റവും അടിപൊളിയായി ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ പോലെയാണ് ഇവിടുത്തെ നോർമലി ആൾക്കാർ. ആ ഒരു ബൈക്കിലൊക്കെ ഉണ്ടാവും 4 ആൾക്കാരാണ് പോകുന്നത്. 4 ആൾക്കാരെന്ന് പറഞ്ഞാൽ വലിയ 4 ആൾക്കാരാണ്. ലൈക്ക് നോർമലി ഉള്ള 4 ആൾക്കാരല്ല. എങ്ങനെയാ പോകുന്നത് എന്തോ എല്ലാവരും കൂടെ അതിൽ. ആൺപിള്ളേരുടെ എല്ലാം ഫുട്ബോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ഇത് പെൺപിള്ളേരുടെ ഫുട്ബോളിൻ്റെ വല്ലതാണോ എന്നറിയില്ല കേട്ടോ. എല്ലാവരും ജേഴ്സി ഒക്കെ ഇട്ടിട്ട് ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആയിട്ടോ ഞാനീ നടക്കുന്ന. വണ്ടിയൊന്നും വരുന്നില്ല, ഒരു വണ്ടി പോലും പോകുന്നില്ല. മേ ബി ടാക്സി, ഷെയർ ടാക്സി വല്ലതും എടുക്കേണ്ടി വരും തോന്നുന്നു. പക്ഷേ ഷെയർ ടാക്സി ഇതുവരെ ഒന്നും പോയിട്ടില്ല. അവിടെ ബോർഡറിൽ ഒരൊറ്റ ഒരെണ്ണം കണ്ട്. അത് അവിടുന്ന് ഫുള്ളായിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമായിരിക്കും അവർ. ഇവിടെ മൈൽസാണ് കാണിക്കുന്നത്, കിലോമീറ്റേഴ്സ് അല്ല. 86 മൈലാണ് കാണിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ 138 കിലോമീറ്റർ എന്താണ് ഗൂഗിളിൽ കണ്ടേ. ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക. ഇതെന്താ ഷുഗർ കെയിൻ ആണോ? ഷുഗർ കെയിൻ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ തീരെ കട്ടിയില്ലാത്തൊരു സംഭവം. ഹായ്, പിള്ളേരെല്ലാം ഹായ് പറയുന്നു. ചൂട് എന്ന് പറഞ്ഞാണ്ടല്ലോ ഏറ്റവും ചൂട് ഇപ്പോഴാണ്, ഒരു 3:30-4 മണിക്ക്. ഹായ്, അവിടുന്ന് ഇവിടുന്ന് ദൂരേന്നൊക്കെ ഹായ് പറയാ. ഇവരെല്ലാം ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈനലി എനിക്കിതാ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ബൈക്കിലാണ് ലിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരുപാട് ദൂരമില്ല. തൊട്ടടുത്ത് ഏതോ ഒരു ചെറിയ ടൗണോ ജംഗ്ഷനോ എന്തോ കാണുന്നുണ്ട്. അവിടെ വരെ എന്തായാലും ലിഫ്റ്റ് കിട്ടും. കാരണം അതുവരെ ഒന്നുമില്ല. ലൈക്ക് ഒരു ടൗണോ ചെറിയതൊന്നുമില്ല, വില്ലേജ് പോലും ഇല്ല. അപ്പോൾ എന്തായാലും അവിടെ വരെ പോകും. ആ ഒരു ബൈക്കിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ എന്താണ് വണ്ടികളൊന്നും അങ്ങനെ അധികം പാസ് ചെയ്യാത്തതെന്ന്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ മറന്ന്. ഇവിടുത്തെ നാഷണൽ ഡേ ആണ്, ഇന്നിവിടെ ഹോളിഡേ ആണ്. അപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് വണ്ടികളൊന്നും അങ്ങനെ പോകുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഏതോ എടുത്തു കഴിഞ്ഞാൽ വെറും $2 ഉള്ളൂ. അതായത് 400 ലൈബീരിയൻ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ സിറ്റിയിലെത്താം. മൊൺറോവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ലൈബീരിയയുടെ ക്യാപിറ്റൽ സിറ്റി. അങ്ങോട്ട് ഒരു $2 ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് അതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാതെ ഷെയർ ടാക്സികളൊക്കെ പോവും. അപ്പോൾ അതിന് 1200 ആവുമെന്നാണ് പറഞ്ഞത് ഞാനിവിടെ ചോദിച്ചപ്പോൾ. നോക്കട്ടെ വണ്ടി കിട്ടുമോട്ടെ. വണ്ടി കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഷെയർ ടാക്സി എടുത്തിട്ട് പോകുള്ളൂ. ഇപ്പോൾ ബൈക്കാണെങ്കിൽ തന്നെ കുറച്ച് അങ്ങോട്ട് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇവിടുത്തെ വീടുകളാണ് ഇതൊക്കെ. ഓൾമോസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെ. ഇവിടെ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. നമുക്കറിയാണ്ട് എന്തായാലും വാങ്ങി പോകാൻ തോന്നും ഇവരിങ്ങനെ ഓരോന്ന് വിൽക്കുന്ന സമയത്ത്. കുറേ നേരം നടന്നിട്ട് ഞാനിതാ ക്ഷീണിച്ചു. ഞാനിവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബാഗിൻ്റെ മുകളിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. ഇനി വല്ല വണ്ടി വരുമോ നോക്കട്ടെ. എനിക്ക് വയ്യ, ഡെഡായി, നല്ല ചൂടാ. ഒരു വണ്ടി വരുന്നുണ്ട്. ടാക്സിയാണോ എന്തോ, കണ്ടിട്ട് ടാക്സിയാണ്. ഓ, ഫ്രണ്ടിലെല്ലാം 4 ആളിരിക്കുന്നത്. ബാക്കിലെല്ലാം ചുമ്മാ കാട് മാത്രം.
റോഡ് ഇപ്പം കാണുന്നുണ്ട്, ഇനി റോഡ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവിടെ അപ്പുറം എൻ്റെ ഓപ്പോസിറ്റ് ഇതാ വലിയൊരു വീടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ടോ, ഫുള്ള് വലിയ എന്തോ വീട് തന്നെയാണോ എന്തോ, അടുപ്പിച്ച് 3 ഇതായിട്ടാണ് കാണുന്നത്. വെയിൽ കൂടി കണ്ട, നല്ല വെയിലാണ്. ഇവിടെ ഇരിക്കാം കുറച്ച് നേരം. അവിടെ ഇരുന്നിട്ട് വണ്ടിയൊന്നും വന്നില്ല. അപ്പം ഞാനിത് എണീച്ച് പിന്നെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഇവിടെ നടക്കാൻ തന്നെ റോഡിൽ സ്പേസ് ഇല്ല, ഫുള്ള് കാട് കണ്ട, കംപ്ലീറ്റ് കാട് റോഡിലായിട്ടുണ്ട്. നമ്മളെ കേരളം പോലെ തന്നെ പല സ്ഥലത്തും ഫുട്പാത്ത് ഇല്ല നടക്കാൻ, അതുപോലെ ഇവിടെ. അവിടുന്ന് എനിക്കൊരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാനിത് അവിടെ ഒരു ചെറിയ ടൗണിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റൊക്കെയാണ് കാണുന്നത്. ഇവിടെ എനിക്ക് കിട്ടാത്തൊന്നുമില്ല, യൂസ്ഡ് ബ്രായും ഷഡ്ഡിയും വരെ കിട്ടും. അങ്ങനെ എല്ലാ ഐറ്റംസ് കിട്ടുന്നൊരു മാർക്കറ്റാണ്. അവിടെ ബാക്കിലാണ്. അവിടെ നിന്ന് നടക്കുക ഞാനിപ്പോൾ. ഇവരതിൻ്റെ റേറ്റ് എല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടാവും. എന്താ ആ കളറുള്ള സാധനം യോഗട്ടാണ്. യോഗട്ട് കളർഫുൾ യോഗട്ടൊക്കെ ഉണ്ട് കേട്ടാ. ഇത് ഏതാ ടേസ്റ്റ്? ഇത് കഴിച്ചു നോക്കാം, ഇത് എടുത്ത് നോക്കാം. ഹൗ മച്ച്? 20. ഓക്കെ, കളർഫുൾ സാധനം, നല്ല ടേസ്റ്റ്. പണ്ട് ബെലിസിന് ഇതുപോലത്തെ കളറിലുള്ള ഒരു സാധനം കഴിച്ചായിരുന്നു, അതന്നെയാന്ന് തോന്നുന്നു. അവരുടെ അവിടെ മേടിച്ചോക്കെ വേറെ കളറ്. ഞാൻ എന്താ അവിടെ ഓറഞ്ച് ആട്ടോ മേടിച്ചിട്ടുള്ളത്. ഇനി വേറെ ഫ്ലേവറാ. പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് തെറിക്കും. എൻ്റെ ഇവിടെ നോക്കും, ഒരു കുഞ്ഞു കൊച്ച് ഒരു 2 മാസം പോലും ആയിട്ടുണ്ടാവില്ല. അതിനെങ്ങനെ വെച്ചേക്കാം. എൻ്റെ സിസ്റ്റർ ആയിരിക്കും ഇത്. ചിലപ്പോൾ അമ്മയായിരിക്കും, പറയാൻ പറ്റില്ല. കുഞ്ഞു പിള്ളേരെ ഇവിടെ അമ്മയാവും. കുഞ്ഞെ കൊച്ച് കണ്ടോ. കുഞ്ഞു പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഹാപ്പി ഇറങ്ങി നടക്കുവാണ്. നല്ല റിഫ്രഷിങ് കേട്ടോ. അത് കുടിച്ചപ്പോൾ ഇത് നോക്ക്, ഇവിടെ ഉണ്ടോ ഈ മരത്തിൽ കിളിന്ന് സൗണ്ട് കേൾക്കുന്നത് അറിയോ? ഫുള്ള് കിളികളാണ് കേട്ടോ. അതിൽ എല്ലാവിടെയും കിളികളാണ്. ഞാൻ എന്താ ഇങ്ങനെ നടക്കുന്നത്, എന്തോ വീടിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അവരെല്ലാം ചെയറിലിരിക്കുവാണേ. ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ ഒരു ടീനേജിലെ പെൺകുട്ടികൾ തന്നെ ടീഷർട്ടൊക്കെ ഊരി നടക്കും. ഇവിടെ അങ്ങനെ അവർ കെയറേ ചെയ്യൂല. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്താണെന്നറിയോ, ഫുൾ ഗ്രീനറി എവിടെ എല്ലാം നോക്ക്. നമ്മളെ നാട്ടിൽ ഉള്ളൊരു ഇത്, ആ ഒരു എന്തോ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ഫീല്. ഇതേ കാട്ടിലേക്കൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് എന്തായിരിക്കും? വാട്ട്സ് ദെയർ ഇൻസൈഡ്? എനി വാട്ടർഫോൾ സംതിങ്? യെസ് ഓർ നോ? ജസ്റ്റ് ബുഷ്? എനിത്തിങ് ഇൻസൈഡ്? വാട്ട്? ഇവരെന്തോ പറയുന്നത്, എനിക്കൊരു ആക്സെൻ്റ് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. വല്ലാത്ത തരം ഒരു ഇംഗ്ലീഷാണ് ഇവർ സംസാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ക്രിയോള് മിക്സ് ആയിട്ടുള്ള ഇംഗ്ലീഷാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാത്തത്. Can I go there? Can I go? Can I go inside? Just bush? Just bush or what? See, someone die, yeah, they get buried. Die? Whenever they die, they can't bury you. Yeah. Come, let's go and see. അവൻ മരിച്ചു കഴിഞ്ഞാൽ ഇതാക്കുന്ന സ്ഥലമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഓ, കാണുമ്പോഴേ ഒരു പകൽ തന്നെ ഒരു പേടി തോന്നുന്നൊരു സ്ഥലം. ലൈക്ക് ഫുള്ള് കാടും മലയൊക്കെ ആയിട്ട്. Where? Here? ഓക്കെ. ഇനി അങ്ങോട്ടൊക്കെ അപ്പോൾ അതായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഉള്ളിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ മരിച്ച ആൾക്കാരുടെ സ്ഥലം ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടാവും. വെറുതെ ഇതിനെ റിസ്ക് എടുക്കണം. ഓക്കെ പോവാ, തിരിച്ചു പോവാ. ഈ പച്ചപ്പ് കാണുമ്പോൾ സത്യം പറഞ്ഞ സമാധാനമുണ്ട്. എനിക്കിഷ്ടമാണ്. ഗ്രീനറി ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു അടിപൊളി ഫീലാണ്. ഹായ്, അപ്പൂപ്പൻ താടിയല്ലേ ഇത്? അല്ല അല്ലേ? അതേലോ.
അതെ അപ്പൂപ്പന്താടി ഒന്നും ഇപ്പം കിട്ടാറേ ഇല്ല കേട്ടാ. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പൂപ്പന്താടി തന്നെ ആ സാധനത്തിൻ്റെ ബാക്കിൽ. ആ കറക്റ്റ് അപ്പൂപ്പന്താടി. ഇവിടെ നിറയെ അപ്പൂപ്പന്താടി കേട്ടാ. നോക്ക് വേറെ എന്തോ ഇല്ലേ വേണ്ട. ഇത് നോക്ക് അപ്പൂപ്പന്താടി ഫുള്ള്. കൊള്ള കാറ്റിൽ പറപ്പിക്കാം. കള്ള അത് പോയിട്ടാ വേറെ തന്നെ അപ്പൂപ്പന്താടി. സോ ഇൻ സിയർ ലിയോണ ക്രിയോൾ ആൻഡ് ഇംഗ്ലീഷ്. സോ ലൈബീരിയ വാട്ട്? Liberia English. ഓൺലി ഇംഗ്ലീഷ്? Yeah, English and Kulukwa. കുളുക്വ? Yeah. കുളുക്വ എന്ന് പറഞ്ഞ ഏതൊരു ഭാഷയാണ് കേട്ടോ സംസാരിക്കുന്നത്. Like American speak standard English. We the Liberia speak Kulukwa. Okay. Yes. Kulukwa. So when you communicate to other people, you speak Kulukwa. Yes, I can speak Kulukwa. Yeah, I can speak. അതേത് ഭാഷ എന്തോ അതാണെന്നാ പറയുന്നത് കേട്ടോ. ഇവനെ ഞാൻ ദത്തെടുക്കാനാ പറയുന്നത്. യു വാണ്ട് ടു ചിരി വരുന്നത്. യു വാണ്ട് ടു ഗോ ടു കണ്ടാ വൈ Monrovia. Why? Where? America. പാവോടാ അമേരിക്ക. ഡോണ്ട് ഫൈറ്റ്. അവനെ അമേരിക്കക്ക് കൊണ്ടുപോകും. അവന് ലൈക്ക് എൻ്റെ രാജ്യം ഏതാ വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകാനാ പറയുന്നത്. ഞാൻ വിചാരിച്ചു മൊൺട്രോവിക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ യുവർ ഹോം ഈസ് ഹിയർ, ദെൻ വൈ യു വാണ്ട് ടു ഗോ ടു അമേരിക്ക? ഐ ആം ആസ്കിങ്. എന്തും യുവർ ഹോം ഈസ് ഹിയർ ബട്ട് വൈ യു വാണ്ട് ടു ഗോ ടു അമേരിക്ക? പാവടാ പൈസ ഇല്ലാത്തോണ്ട് ഇവിടുത്തെ കഷ്ടപ്പാട് കൊണ്ട് രക്ഷപ്പെടുത്താൻ പറയുന്ന. സോ ഹി വാണ്ട് ടു ഗോ ടു അമേരിക്ക ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു അമേരിക്ക. ഐ എം ഗോയിങ് ടു Monrovia, then I go to Ivory Coast, Ghana, Togo, Benin. I am going West Africa, not America. I am from India, not from America. Yeah, I am from India, not from America. He thought I have lots of money, so I will take him to America. He thought like that. Yeah, I know. So your name? I think he don't like to live in Liberia. No? No? Your name? Your name? Go where? Army. Army. Ami? Yeah. I'm Steven. Huh? Steven. Steven. Yeah. You? Vani. Wani. Haji. What? Your name. Your name. ഇവര് പറയണ എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ പറയണ അവർക്കും മനസ്സിലാവണില്ല. ഇവിടെ നോക്ക് പച്ചപ്പരവതാനി വിരിച്ച സ്ഥലം. എനിക്കിഷ്ടപ്പെട്ട് പച്ചപ്പെല്ലായിട്ട്. ഇവിടെ ആണെങ്കിൽ ടാക്സി മാത്രമേ പോകുന്നുള്ളൂ ആ മഞ്ഞ കളറിൽ. കണ്ടാ കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടാൽ നോക്ക് ശരിക്കും കേരളത്തിലെ ഏതോ പാലക്കാടോ ഏതോ ഗ്രാമപ്രദേശം അതുപോലെ തന്നെയാണുള്ളത്. പിന്നെ പാം ട്രീസ് ഉണ്ട് കുറേ. അതിൻ്റെ മുടീൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടോ, വെറൈറ്റിയാ. പാവാണ് കേട്ടോ ഇവരൊക്കെ. ഇവരെല്ലൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളോടൊക്കെ ഇങ്ങനെ പറയുന്നത്. നമ്മളെ കുറേ പൈസ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ താമരക്കുളം പോലെ എന്തോ കേട്ടാ, കാരണം അതിൻ്റെ താമരേൻ്റെ ചെടിയെല്ലാം കാണുന്നുണ്ട്. ഇതെന്താ സാധനം, ചേനയോ ചേമ്പോ? ഞാൻ അറിയില്ല, ഇങ്ങനത്തെ സാധനം എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ഇത് ഭയങ്കര വലുതാണ് കേട്ടോ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയൊക്കെ ഇതാ വഴിയോരത്ത് ഇങ്ങനെ കുറേ കച്ചവടം ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ ഫുള്ള് തണലാണല്ലോ, അപ്പോൾ തണലിലിരുന്നിട്ടാണ് അവരിവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുഞ്ഞു പഴം, ചെറിയ പഴമൊക്കെയാണ്. നടന്നിടത്ത് എനിക്ക് ചൂടെടുക്കുന്നു കേട്ടോ. ഹായ്, അയ്യോ ഗുഡ്. അയ്യോ നമുക്ക് അറിയുന്നില്ല ചൂടെടുത്തിട്ട് എന്താക്കണം എന്നുള്ളത്. കുറച്ച് നേരം ഇവിടെ നിൽക്കാമല്ലേ? ഇവിടെ നിന്നിട്ട് ലിഫ്റ്റ് അടിച്ചാലോ എന്ന് ആലോചിക്കുക. ഐ ടേക്ക് എ ലിഫ്റ്റ് ടു ഗോ Monrovia. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ അവർ വിൽക്കാൻ വെക്കുന്നുണ്ട്. ഉച്ചക്കുള്ള ഫുഡ് അവർ കൊണ്ട് വിൽക്കുന്നുണ്ട് തോന്നുന്നു. ഹായ്, പിള്ളേർക്ക് എന്തെങ്കിലും മിഠായി വാങ്ങിച്ചു കൊടുക്കായിരുന്നു. ഇതേ ഡാൻസ് കളിക്കുന്ന നോക്ക്. അടിപൊളി കണ്ട കൊച്ചു ഡാൻസ് കളിക്കുന്ന. അവർക്ക് ഇച്ചിരി പൈസ കൊടുക്കാം, പാവം.
എൻ്റെ ചേഞ്ച് ഉണ്ടോ അറിയില്ല. ഞാൻ അവിടെയൊക്കെ നേരത്തെ കൊടുത്ത് ഒരു 100 എല്ലാം കൊടുക്കാം. 100 തന്നെ ഓൾമോസ്റ്റ് $1 അടുത്ത് എന്തോ ആണ്. അതെ പൈസ എടുക്കുന്നുണ്ടപ്പോ ഇവരെല്ലാരും ഡാൻസ് കളിക്കുന്നു. അയ്യോ അടിപൊളി അടിപൊളി. പാവട്ടോ ബാക്കി എല്ലാരും ഡാൻസ് കളിക്കും. ഒരാൾക്ക് പൈസ കൊടുത്തപ്പോ മിഠായിയാണ് എല്ലാവർക്കും ഒരേപോലെ മേടിച്ചു കൊടുക്കായിരുന്നു. ഇതിപ്പോ ഞാനിവിടെ റെസ്റ്റ് എടുക്കാണ് കേട്ടോ. പിള്ളേരെല്ലാരും വന്ന് നോക്കുന്നു. ഹായ്. അയ്യോ വണ്ടികളൊന്നും വരുന്നില്ല. അപ്പം ഞാനിവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ശരിക്കും ഇവര് ഫ്രണ്ട്ലി. എത്രയും നാളൊന്നും പിള്ളേരിങ്ങനെ അടുത്തേക്കൊന്നും വരൂലായിരുന്നു. ക്യാമറ കണ്ടാൽ വരികയേ ഇല്ലായിരുന്നു. അപ്പം എല്ലാവരും വരുന്നുണ്ട്. സ്മോൾ ബേബി, കുഞ്ഞു ബേബി എല്ലാം ഉണ്ട് കേട്ടോ. അയ്യോ അവരതിനെല്ലാം എടുത്തിട്ട് വരുന്നു. അയ്യോ അയ്യോ ഒറ്റക്ക് എനിക്ക് പിടിക്കാൻ പറ്റൂല. അയ്യോ കുഞ്ഞ് ചെറുതടാ. ഇതെല്ലാം എനിക്ക് പിടിക്കാൻ തന്നേക്കുന്നത് കുഞ്ഞ്. എനിക്ക് ശീലം പോലും ഇല്ല ഇങ്ങനെ പിടിച്ചിട്ട്. അയ്യോ അത് കരയോ, എനിക്ക് പേടിയാവുന്നു. സോ ക്യൂട്ട്. എനിക്ക് പേടിയാണ്. ഞാൻ കുട്ടികളെ അങ്ങനെ എടുക്കുകയില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഇവര് ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ വേറെ കുട്ടികളൊക്കെ കൊടുക്കും കേട്ടോ. അതാണ് ഇവിടെ നോക്കിയിരിക്കും. നോക്ക് എന്ത് രസാ കാണാൻ. നല്ല പിള്ളേര് കേട്ടാ. ചൂട് ചൂട്. എന്റെ മോനെ നിങ്ങൾക്കും ചൂടെടുക്കുന്നില്ല? ഹോട്ട്, വെരി ഹോട്ട്. എന്തേലും മേടിച്ചു കൊടുക്കായിരുന്നല്ലേ. പാവം തോന്നുന്നു എനിക്ക്. ഇവിടെ ഇങ്ങനെ കാണുമ്പോ ഒരു പാവം തോന്നും. അതാ ഞാനിതവിടെ എന്തേലും വാങ്ങാന്ന് വിചാരിച്ചു വന്നാട്ടോ. എത്ര പിള്ളേരുണ്ട് എന്ന് എനിക്കറിയില്ല. ഓക്കെ ബിസ്ക്കറ്റ് 50. Which is good? Which one is good? Which one you like? Everything good. Everything good? Yeah. Okay. Huh? Sweet. Sweet. Okay. Buy 4. Okay. You guys share. Okay. No. Not fight. Share. Okay. Yeah. 200. I know. Okay. Tell them to share. Okay. Share and eat. Okay. Okay. അവനത് എടുത്തിട്ട് പോയിട്ട് പിള്ളേർക്ക് സന്തോഷായിട്ടാ. സോ ക്യൂട്ട്. എനിക്ക് സന്തോഷം വിഷമം എല്ലാം വരുന്ന ഒരു നിമിഷങ്ങളാണിത്. ഭയങ്കര പാവങ്ങളാണ് ഇവര്. ഇവര് ചെറിയ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ തന്നെ വലിയ സന്തോഷാണ്. ഇനിയും കുറേ സ്ഥലത്ത് മേടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇവിടെ തന്നെ എല്ലാം മേടിച്ചു കൊടുക്കണ്ട. ഇവിടെ നോക്കി അവരെന്തോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താ വെച്ചിട്ടാ? ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം വെച്ചിട്ട് അവര് കളിക്കുന്ന കേട്ടാ. ഇവൻ അടി കിട്ടും. ഇവനാണ് അമേരിക്ക പോണെന്ന് പറഞ്ഞ് നടക്കണേ. ഇവൻ ചീത്ത പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടാ. ഗെയിം എന്തോ ചെസ്സൊക്കെ കളിക്കുന്ന പോലെ ഒരു സാധനം കളിക്കുന്ന കണ്ടാ. കയ്യിൽ പിടിച്ചു വെക്കും. അതാണ് ഇവരുടെ എന്തോ കളി. കുറെ നേരം അവിടെ ഇരുന്ന് വണ്ടിയൊന്നും വരുന്നില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങി നടക്കുവാണ് കേട്ടോ. ബൈ ബൈ. താങ്ക് യു. അവര് ഭയങ്കര ഹാപ്പിയായി. ഞാൻ പൈസ കൊടുത്ത് മിഠായിയൊക്കെ മേടിച്ചെടുത്ത്, മിഠായല്ല ബിസ്ക്കറ്റൊക്കെ മേടിച്ചെടുത്തപ്പോൾ അവര് ബിസ്ക്കറ്റ് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിലും ആ ബിസ്ക്കറ്റ് ആ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല കേട്ടോ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സ്പീഡിൽ പോകുന്ന ടാക്സിയൊക്കെ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ബാക്കിൽ തന്നെ ഒരാൾ പിടിച്ച് വെക്കുന്നുണ്ട്. അവരെയൊക്കെ സമ്മതിക്കണം. കണ്ടോ ഇവിടുത്തെ വീടുകളും ഇവിടുത്തെ പ്രകൃതി. ഇതേ ഈ ഒരു ചെടിയൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഫുള്ളുണ്ട്. പഴയ കേരളം തന്നെ പച്ചപ്പുണ്ടല്ലോ, അതന്നെ സമാധാനം. ഇപ്പോൾ പച്ചപ്പുണ്ട്. ഇത്ര നാളും പച്ചപ്പില്ലായിരുന്നു, ഒരു ഡ്രൈ ലാൻഡ്സ്കേപ്പ് ആയിരുന്നു. ആ ലാൻഡ്സ്കേപ്പ് എനിക്ക് തീരെ ഇഷ്ടമല്ല. കരിമ്പാണ് കേട്ടോ അത്. ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഞാനതാ നോക്കിയത് കരിമ്പാണോന്ന്. കരിമ്പ് കഴിക്കുന്നൊന്നും കാണുന്നില്ല. ഇവിടെ ഇങ്ങനെ ആയതുണ്ട്, കുറച്ചൊക്കെ വലുതാണ്. എനിക്കിത് അവിടെ ഒരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ പോവാണ്. ആൾ കുറച്ച് ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞ് എവിടെ വരെ ഉണ്ടെന്ന് അറിയില്ല. സോ ഞാൻ നേരെ പോട്ടെ, പയ്യെ പോകുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.
നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഞാൻ എവിടെ എത്തി എന്താന്നൊക്കെ ഉള്ളത്, എപ്പോൾ എത്തിയോ എന്നൊക്കെ.